നമസ്കാരം. പതിരും കതിരും. പഴയൊരു മലയാള സിനിമയിലെ രംഗം ഓർത്തുപോകുന്നു. അടച്ചിട്ട ഗേറ്റിൻ്റെ മുമ്പിൽ രാത്രി വന്നു നിന്ന് ഒരാൾ വിളിച്ചു ചോദിക്കുന്നു, പട്ടിയുണ്ടോ, രാഘവൻ നായരുണ്ടോ? വിളിച്ച ചോദ്യം കേട്ട് അകത്തു നിന്നിറങ്ങി വന്ന തിലകൻ്റെ കഥാപാത്രം ചോദിക്കും, ഇതിലാരെയാ വേണ്ടേ? ജനങ്ങളുടെ ക്ഷേമാന്വേഷണത്തിനായി തിണ്ണനിരങ്ങാൻ വരുന്ന CPM നേതാക്കളും പ്രവർത്തകരും ഇതുപോലെ ഒന്ന് വിളിച്ചു ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പട്ടിയുണ്ടോ, ചൂടുവെള്ളം ഒഴിക്കുമോ, തെറി പറയുമോ, ആട്ടിവിടുമോ? അപ്പോൾ വീട്ടുകാർ ഇറങ്ങി വന്ന് ചോദിക്കും, ഇതിലേതാ ആദ്യം വേണ്ടേ? സഖാക്കൾ പറയും, എന്ത് തന്നാലും സ്വീകരിക്കും. CPMൻ്റെ പെരുമാറ്റച്ചട്ടപ്രകാരം ഭവന സന്ദർശനത്തിൻ്റെ ഇടയിൽ വീട്ടുകാരോട് തർക്കിക്കാൻ നിൽക്കരുത് എന്നാണ് പ്രമാണം. എന്തു പറഞ്ഞാലും ക്ഷമയോടെ കേട്ടു നിൽക്കണം. ഇടയ്ക്ക് കയറി ഒന്നും സംസാരിക്കരുത്. നോക്കണേ, ഒരു പാർട്ടി കോമാളിക്കൂട്ടമായി അധപ്പതിച്ചതിൻ്റെ ഒരു ദുരവസ്ഥ. നാട്ടിലെ സാധാരണ സഖാക്കൾക്ക് സ്വന്തം വാർഡിലിറങ്ങി 10 വീട് കയറാനും സംസ്ഥാന കമ്മിറ്റിയുടെ പെരുമാറ്റച്ചട്ടവും മാർഗനിർദ്ദേശവും വേണ്ടി വന്നിരിക്കുന്നു. അവർ എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം എന്നുവരെ പാർട്ടിയുടെ തിട്ടൂരം നൽകുന്നു. മൂന്നാമത്തെ മാർഗനിർദ്ദേശമാണ് ഏറ്റവും രസകരം. വീട്ടുകാരുമായി പരിചയമുള്ളവർ സ്ക്വാഡിൽ വേണം. വീടിനകത്ത് കയറിയിരുന്ന് സംസാരിക്കണം. പരിചയമുള്ളവരുണ്ടെങ്കിലേ തെറിയും ചൂലും ചൂടുവെള്ളവും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് പറഞ്ഞു തരാൻ കഴിയൂ. കപ്പയ്ക്കിട വഴി കവുങ്ങിനിട വഴി ഓടിയേ എന്ന് VD രാജപ്പൻ ഒരു കഥാപ്രസംഗമുണ്ടായിരുന്നു. ഇനി വീടിനകത്ത് കയറ്റിയിരുത്തി സംസാരിക്കണോ എന്ന് AKG സെൻറ്ററുകാരാണോ തീരുമാനിക്കുന്നത്? ഏതു ഭവനത്തിലും നിങ്ങളങ്ങ് സ്വീകാര്യരാണെന്ന് ആര് പറഞ്ഞു ഗോവിന്ദ? സഖാക്കൾ ഭവന സന്ദർശനത്തിന് വരുമ്പോൾ എല്ലാ വീടുകളും അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കണമെന്ന് ഒരു സർക്കുലർ ഇറക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് പറയൂ ഗോവിന്ദ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞ പുളകംകൊള്ളി സുരേന്ദ്രനും കഴക്കൂട്ടത്തെ സ്ക്വാഡിൽ കാണുമോ എന്തോ? അടുക്കളയിൽ മീൻ വെട്ടിക്കൊണ്ടിരുന്ന ഒരു സാധു സ്ത്രീയുടെ മാല പൊട്ടിച്ചോടിയ ഒരു CPM കൗൺസിലറെ പറ്റി നമ്മൾ കേട്ടതാണ്. കുളിമുറി കണ്ടാൽ മൊബൈൽ ഫോണിൽ പടം പിടിക്കുന്നവന്മാർ വേറെ. അയ്യപ്പൻ്റെ സ്വർണ്ണക്കട്ടളയും വാതിലും കട്ടവന്മാരെ ഇപ്പോഴും സംരക്ഷിക്കുന്നവരാണ് ഈ പാർട്ടി എന്നോർക്കണം. അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറ്റണോ പുറത്തു നിർത്തണോ എന്ന് വീട്ടുകാർ തീരുമാനിക്കും. ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കാണുന്നതിനാൽ ചവിട്ടും തൊഴിയും കിട്ടില്ല എന്നുറപ്പുള്ള വീട്ടിലെ പ്രവർത്തകർ നേതാക്കളെ കൊണ്ടുപോകൂ. അല്ലെങ്കിൽ തന്നെ കമ്മി ഭവനങ്ങളിൽ മാത്രം നേതാക്കൾ പോയിട്ട് എന്താണ് കാര്യം? ഇനി അഥവാ കോപ്പർ പത്മനെ എന്താ പുറത്താക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകത്തിന് നൽകിയിട്ടുണ്ട്. പത്മകുമാറിൻ്റെ തെറ്റിൻ്റെ സ്വഭാവം വ്യക്തമായിട്ടില്ല. വ്യക്തമാകുന്ന ഘട്ടത്തിൽ നടപടിയെടുക്കും. ആഹാ, എന്തു നല്ല ഉത്തരം! P ശശിയുടെയും PK ശശിയുടെയും മുകേഷിൻ്റെയും തെറ്റിൻ്റെ സ്വഭാവം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തെറ്റിൻ്റെ സ്വഭാവം വ്യക്തമായിട്ടുണ്ട്. അത് സമയമെടുത്ത് വിശദീകരിക്കുകയുമാകാം. ഇനി അഥവാ ഐഷ പോറ്റിയെപ്പറ്റി ചോദിച്ചാലോ, അത് അകത്ത് കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപ്പച്ചിയുടെ മോളാണെന്നും പാർട്ടിയിൽ നിന്ന് നമ്മൾ പുറത്താക്കിയതാണെന്നും പറയണം. 80-ാം വയസ്സിലും ഈ പിണറായി അല്ലാതെ വേറെ ആരും നമ്മുടെ പാർട്ടിയെ നയിക്കാനില്ലേ എന്ന് ചോദിച്ചാലോ, അദ്ദേഹം കായകൽപ്പ ചികിത്സയിലാണെന്നും അടുത്ത വരവിൽ അല്പം കൂടി ചെറുപ്പമാകുമെന്നും പറഞ്ഞേക്കണം. ശബരിമലയിലെ കൊള്ളയെപ്പറ്റി ചോദിച്ചാൽ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിലെ ക്ഷേത്രസ്വത്തിൽ നമുക്കുമുണ്ട് അവകാശമെന്ന് പറയണം. വേണമെങ്കിൽ മൂലധനത്തെപ്പറ്റി കുറേ കാര്യങ്ങളും പറയാം. പിണറായിക്ക് ശേഷം പാർട്ടി പിരിച്ചുവിടേണ്ടി വരുമെന്ന് എല്ലാ പ്രവർത്തകർക്കും അറിയാം. പിണറായിയെ പാർട്ടി ദേശീയ പൈതൃക സ്വത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയ്യാത്ത കാലത്ത് പാതകം വെച്ച് മരുമോൻ ഭരിക്കും എന്നും പറയുക. പകരം വയ്ക്കാൻ CPM പോലും ഇല്ലാത്ത കാലത്ത് നമുക്കെന്തിനായി പിണറായിയെ? പകരം കക്കാനും ആളില്ലാത്ത അവസ്ഥയാണ്. പാർട്ടി സഖാക്കൾ ഓരോന്ന് വിശദീകരണം തുടങ്ങുമ്പോൾ അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട, കടക്ക് പുറത്ത് എന്ന ഒറ്റ വാക്കിൽ ഈ ഗൃഹസന്ദർശന ദുരന്തമെന്ന പരിപാടി അവസാനിപ്പിക്കാവുന്നതാണ്. സെലക്ട് ചെയ്ത വീടുകളിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം നേതാക്കൾ പോയതല്ലാതെ നാട്ടിലെങ്ങും ഒരനക്കവും കാണുന്നില്ല. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും കണ്ടവൻ്റെ ആട്ട് കിട്ടാൻ അങ്ങനെ കയറി ചെല്ലില്ല. അന്തസ്സുള്ളവൻ ഏത് പാർട്ടിയായാലും ഏത് വീട്ടിലും കയറി ചെല്ലാം. പാർട്ടി പറഞ്ഞാൽ ഇറങ്ങാതിരിക്കാൻ കഴിയാത്ത ഗത്യന്തരമില്ലാത്ത സഖാക്കൾ ഇടവഴികളിലൂടെ പമ്മി പോകുന്നത് കണ്ടു. ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രമേ ഇപ്പോഴത്തെ സർക്കുലർ നിലനിൽക്കുകയുള്ളൂ. പിന്നെ പാർട്ടി പറയും, ജനങ്ങൾ കേൾക്കും. വീട്ടിലേക്ക് വിളിച്ചാലും അവർ വരില്ല. പിരിവിന് വേണ്ടി മാത്രം വിളിക്കാതെയും എവിടെയും കയറി വരും. പാർട്ടി വിട്ടുപോയ സഖാക്കളുമായി തുറന്ന ചർച്ച നടത്തണമെന്ന അവസാന നിർദ്ദേശം മിക്കവാറും അടിയിലും കൊച്ചു പിച്ചാത്തിയിലുമേ അവസാനിക്കൂ. പാർട്ടി വിട്ടുപോയവരെ സാധാരണ കുലംകുത്തി
വർഗവഞ്ചകൻ എന്നൊക്കെ വിളിക്കുന്നതാണ് നമ്മുടെ രീതി. ശരിക്കും ഇനിയുമുള്ള 2 മാസത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഈ തെറ്റൊക്കെ തിരുത്തുന്നത്? ജനത്തിൻ്റെ മുമ്പിൽ എന്തിനാണിങ്ങനെ നടുവളയ്ക്കുന്നത്? കട്ടത് തന്ത്രിയാണ്, സഖാക്കളല്ല എന്ന് പറയാനുള്ള വരവല്ലേ സത്യത്തിൽ ഇത്? ഗൃഹസന്ദർശനത്തിൻ്റെ ഇടയിൽ കുടകംപുള്ളിയെയും പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്താൽ പരിപാടി പാതി വഴിക്ക് നിർത്തി അറിയാവുന്ന വഴിയെ ഓടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഗോവിന്ദ?